പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയൊരു മിനി സ്പോട്ട് വെൽഡിംഗ് മെഷീനാണ്. അതായത് നമ്മുടെ ചെറിയ ലിഥിയം ബാറ്ററി പാക്കൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് വെൽഡിംഗ് മെഷീനാണ്. കാരണം ഇതൊരു 2850 രൂപയ്ക്കകത്ത്, അതായത് ഒരു 3000 രൂപയ്ക്കകത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ബാറ്ററി, ഐഫോണിൻ്റെയൊക്കെ ബാറ്ററിയൊക്കെ BMS മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഷോപ്പുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനും ആ ഒരാവശ്യത്തിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ചെറിയ ബാറ്ററി പാക്കൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഞാനതിലൊരു ഒരുപാട് ബാറ്ററി പാക്ക് ഞാനിപ്പോൾ തന്നെ അത് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് എടുക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ പാക്കുകളൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തുടർച്ചയായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ ബാറ്ററി പാക്കുകളൊക്കെ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഈ ചെറിയ ഒരു 10 ബാറ്ററിക്കകത്ത് 20 ബാറ്ററിക്കകത്തൊക്കെ ഉള്ള ബാറ്ററി പാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പോട്ട് വെൽഡ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പോൾ ഇതിൽ 2 പ്രോബ് വരുന്നുണ്ട്. നമുക്ക് സ്പോട്ട് വെൽഡ് ചെയ്യുന്നതിനായിട്ടുള്ള 2 പ്രോബ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഇത് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ എൻഡ് കറക്കും. അപ്പോൾ ആ കറക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഫയൽ ചെയ്തെടുക്കുന്നതിനായിരിക്കും ഈ ഒരു സംഭവം, ഒരു മെഷീൻ. ഇതാണ് നമ്മളെ സ്പോട്ട് വെൽഡിംഗ് മെഷീൻ. അപ്പോൾ ഇത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് 5 വോൾട്ട് നമ്മളെ മൊബൈൽ ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്കാക്കാൻ പറ്റും. അതുപോലെ തന്നെ 5 വോൾട്ട് നമുക്ക് ഔട്ട് എടുക്കാനും പറ്റും. ഇപ്പോൾ 5 വോൾട്ട് ഇന്നും കൊടുക്കാൻ പറ്റും. C ടൈപ്പ് ചാർജിങ് പോർട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓണായി കാണിക്കാം. ഇവിടെ ഓണായിട്ടുണ്ട്. ഇതിൻ്റെ ഓൺ ഓഫും ഓക്കെ ബട്ടണും ഇതാണ്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ആക്കുന്നതിന് ഇതാണ്. ഇതിൻ്റെ ആംബിയർ നമുക്ക് സ്പോട്ട് വെൽഡ് ചെയ്യുന്നതിൻ്റെ ആംബിയർ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇവിടെയാണ് നമുക്കിത് മാറ്റം വരുത്തുന്നത്. നമ്മൾ സ്പോട്ട് വെൽഡ് ചെയ്യണം എത്രത്തോളം ഇതിൽ പിടിക്കണം എന്നത് നോക്കി വേണം ചെയ്യാൻ. അപ്പം ഞാനിത് ഫുള്ളാണ് ഇട്ടേക്കുന്നത്. ഏകദേശം ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പൾസ് 30 ഫുള്ള് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും എനിക്കും ഇതിൽ അറിയില്ല. പക്ഷേ ഞാൻ ഇത് വെൽഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും കാണാം. അപ്പോൾ ഇതിലിപ്പോൾ നെഗറ്റീവിൽ നമുക്ക് ഈ ഓരോ പ്രോബ് കുത്താം. എന്നിട്ടൊരു 5 വോൾട്ട് അഡാപ്റ്റർ നമുക്ക് ഇതിൽ കൊടുക്കണം. ഞാനിപ്പോൾ നമ്മളെ മൊബൈലിൻ്റെ ചാർജറാണ് കൊടുക്കുന്നത്. മൊബൈൽ ചാർജർ കൊടുത്ത് നമുക്ക് വർക്കാക്കാൻ പറ്റും. ചാർജർ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണാം. നമ്മൾ ബാറ്ററി ഇതിൽ ഇൻബിൽഡായിട്ട് ബാറ്ററി ഉണ്ട്. അപ്പോൾ ആ ബാറ്ററി ചാർജ് ആവുന്നതാണിത്. അപ്പോൾ ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും കാര്യങ്ങൾ എനിക്കും വലിയ പിടിയില്ല. അപ്പോൾ ഇതിൽ ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് 2 പ്രാവശ്യം നമുക്ക് ഒരേ സ്ഥലത്ത് 2 പ്രാവശ്യം നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും, വെൽഡ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഈ സ്പോട്ട് വെൽഡ് ചെയ്യുന്നതിൻ്റെ ആംബിയർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത്രയും മാത്രമേ എനിക്കും ഇതിൽ വലിയ അറിവായിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ബാറ്ററി വെൽഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ നിക്കൽ സ്ട്രിപ്പുകൾ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഞാനിത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 മീറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിലായി കിട്ടും ഈ നിക്കൽ സ്ട്രിപ്പ്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ 200 സംതിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. 6 മീറ്ററാണിത്. വെൽഡ് ചെയ്ത് കാണിക്കാം. ഇപ്പം നമ്മളിപ്പോൾ നമ്മളിതുപോലെ ബാറ്ററിയിൽ വെച്ചിട്ട് നെഗറ്റീവ് പ്രോബ് നമ്മളിതിൽ ആദ്യം ഇതുപോലെ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് സെറ്റ് ചെയ്യണം. 2 സ്പോട്ട് ആയിട്ടുണ്ട്.
രണ്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം ആംബിയർ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇളവില്ല. അടുത്തതിന് 2 പ്രാവശ്യം ഒരേ സ്ഥലത്ത് 2 സ്പോട്ട് വെൽഡ് വരുന്ന രീതിയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ആ 2 ലൈന് വന്നിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. 2 സ്പോട്ട് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഒരേ സ്ഥലത്ത് 2 പ്രാവശ്യം വെൽഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു 5 സെക്കൻഡ് ഡിലേ വരും. 2 പ്രാവശ്യമൊക്കെ സ്പോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററിയുടെ ആംബിയറിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ ആ ഒരു 5 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് അടുത്ത സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്, അടുത്ത വെൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കാണാം 5 സെക്കൻഡ്. ഇനി വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പ്രാവശ്യം വെൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. ഒറ്റത്തവണയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. ഒരുപാട് പ്രാവശ്യം വെൽഡ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ഡിലേ കാണിക്കുകയുള്ളൂ. വീണ്ടും ചെയ്യാം. അപ്പോഴും 5 സെക്കൻഡ് ഡിലേ വരുന്നുണ്ട്. കാര്യം നമ്മളിപ്പം ആംബിയർ ഫുള്ളിലാണ് ഇട്ടേക്കുന്നത്. അടുത്ത ഇനി കുറച്ച് കാണിക്കാം. ഒരു 14, 13 ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ടുപോകും. 12, 13 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ടുപോകും. ചിലത് പിടിക്കും, എങ്കിലും പെട്ടെന്ന് വിട്ടുപോകും. അപ്പം മാക്സിമം നമ്മൾ ഫുള്ള് ആംബിയറിൽ തന്നെ ഇട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ 2850 രൂപയ്ക്കാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നാലും നല്ല അടിപൊളി ഒരു സ്പോട്ട് വെൽഡിങ് മെഷീനാണ്. നമുക്ക് ചെറിയ ഉപയോഗങ്ങളൊക്കെ നമുക്ക് നടക്കും. ചെറിയ ബാറ്ററി ബാക്കൊക്കെ നമുക്ക് സ്വന്തം ആവശ്യങ്ങൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം കുറച്ച് സമയം എടുക്കും എങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. അതുപോലെ തന്നെ 3000 രൂപ റേഞ്ചിനൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ പവർ ബട്ടണിൽ ഓഫാക്കുകയും ചെയ്യാം.